ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു ട്രാവൽ ടൈപ്സ്. നമ്മുടെ എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുതന്നെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫ്രം ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഓഫ് വിശാഖപട്ടണം. യെസ്, ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ് കേട്ടോ. നല്ല ക്ലീൻ ആണ്, ബ്ലൂവിന്റെ പല പല ഷെയ്ഡ് വെള്ളം. ഒരു രക്ഷയില്ല. നമ്മളെ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളിവിടെ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ, അത് സബ്മറൈൻ മ്യൂസിയം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയം. പക്ഷെ ഇത് ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 2 മണിയാണ്. ഇപ്പോൾ സമയം 9:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കാണാൻ വേണ്ടി ഒന്നുകൂടെ വരും. നല്ല ഏരിയ ആണ് കേട്ടോ, നല്ല ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ആയിട്ട് ഫുൾ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഹിൽസ് കാണാൻ പോകാം, അതിനുശേഷം ഇത് കാണാൻ വേണ്ടി പിന്നെ വരാം. നമ്മൾ കുറച്ച് നേരമായി ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് നടക്കുന്നു. പൂജ ചെയ്തുകൊണ്ടേ മിക്ക ഹോട്ടൽസും ക്ലോസ്ഡാ. അങ്ങനെ നമുക്കൊരു ഹോട്ടൽ കിട്ടി, നെതി വിൻഡോ പ്യൂർ വെജ് ഗീ ടിഫിൻസ്. ചപ്പാത്തിയും റൊട്ടിയൊക്കെ കഴിച്ച് മടുത്തു. അപ്പം നമുക്ക് ഇഡ്ഡലിയും ദോശ കഴിക്കാം. ഇഡ്ഡലി ഞാൻ കഴിക്കാറില്ല, ദോശ കഴിക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും വടയും ഞാനൊരു മസാല ദോശ പറഞ്ഞിരുന്നത്. സാധനം കണ്ട ഇത് ആന്ധ്ര സ്പെഷ്യൽ ആയിരിക്കും. പലതരം ചട്നീസ് ഉണ്ട്, 4 തരം ചട്നി. ഇത് ഇഡ്ഡലി പൊടി ആയിരിക്കും മിക്കവാറും. ഇതെന്താ ടേസ്റ്റ് നോക്ക്, ടേസ്റ്റ് പാട്. എന്താ പുളിച്ചട്നി? ഇതെന്താ ഇഞ്ചി ചട്നി ആണല്ലോ. ഇഞ്ചിയല്ലേ? ദിസ് ഈസ് തേങ്ങ ചട്നി ആയിരിക്കും. തേങ്ങ ചട്നി. ഇനി ഇത് ഇഡ്ഡലിപ്പൊടിയാ. കഴിച്ചു കൊള്ളാം. ഇവിടെ ജോലി ചെയ്യുന്നതെല്ലാം ചേച്ചിമാരാ. നന്നായിട്ടല്ലേ? ചേച്ചി നമ്മുടെ മസാല ദോശ കൊണ്ട് വരുന്നുണ്ട്. താങ്ക് യു. നല്ല എങ്ങനെ വീഴത്തിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലൂ സ്കൈ, നല്ല കളർ കോമ്പോസ്. വിശാഖപട്ടണം നല്ല പോഷ് സ്ഥലമാണ് അല്ലേ? നല്ല അടിപൊളി സ്ട്രീറ്റുകള്, അടിപൊളി റോഡ്, അടിപൊളി ബിൽഡിങ്ങുകൾ, അതേപോലെ ലെസ് ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം. മലമുകളിൽ കാണുന്നുണ്ട് അവിടെ കൈലാസഗിരി എഴുതിയിട്ടുണ്ടല്ലേ? അവിടെ അടിപൊളി വ്യൂ ആണെന്നാണ്. അത് അവിടെ മറ്റേ ഇതൊക്കെ പോകുന്നുണ്ട്, കേബിൾ കാറ്. ഈ വിശാഖപട്ടണത്തിലെ പ്രത്യേകത എന്താ വെച്ചാ മറ്റേ ഗോകർണയൊക്കെ പോലെ ഹില്ലും ബീച്ചും അടുത്താ. അപ്പോ അതിന്റെ ഒരു ഗ്രീനിഷ് ഇതുകൊണ്ട് സാധാരണ നമ്മള് ബീച്ചിലൊക്കെ പോകുമ്പോ എന്താ വെച്ചാൽ ഫുള്ള് ഡ്രൈ ആയിരിക്കും. 0777 SLK പഴയ വണ്ടിയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. 2 ഡോർ SLK രസങ്ങളല്ലേ? അങ്ങനെ കൃഷ്ണഗിരി മോളിക്ക് കയറി പോകുമ്പോ തന്നെ കൈലാസഗിരി ഉണ്ട്. ഇവിടെ നമുക്ക് വണ്ടിക്കൊക്കെ ചാർജ് ഉണ്ട്, എത്രയാണുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ ടിക്കറ്റ്, ഇതാണ് ടിക്കറ്റ്. 50 രൂപയാണ് കാറിന്, വലിയ വണ്ടിയൊക്കെ 70, അങ്ങനെ 100 ഒക്കെയാണ് കേട്ടോ. ബസ്സിനൊക്കെ അങ്ങനെ 100. വേറെ എൻട്രി ഫീസ് ഒന്നും ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. UPI അക്സെപ്റ്റഡ് ആണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബസ്സായിട്ട് ചേട്ടൻ ചില്ലറ വല്ലതും ഉണ്ടോ? നമ്മുടെ എല്ലാവരും ടിപ്പ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ നിന്ന് അവര് ടിപ്പ് വെച്ചതാണ് ആ ചേട്ടൻ. നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല കയ്യില്. ഗൂഗിൾ പേ, ഫോൺ പേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടിപ്പ് കൊടുത്തില്ല. അപ്പൊ അങ്ങനെ കയറിപ്പോ 1-2 ചെറിയ ഹെയർ പിൻ ഉള്ളൂ അല്ലേ?
ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഫുള്ള് ബീച്ച് കാണാം. നമ്മൾ വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളങ്ങനെ ഇവിടെ എത്തി, കൈലാസഗിരി എത്തി. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ടിക്കറ്റ് ഒന്നും ഇല്ല തോന്നുന്നുണ്ടല്ലേ. സോ ഇതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ വ്യൂ പോയിന്റ്. ഇവിടെ കൺസ്ട്രക്ഷൻ കുറച്ച് ഇടിഞ്ഞു പോയതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. അതെന്റെ മോനെ. എന്താ വ്യൂ അല്ലേ. വാവ്, നിങ്ങൾ നോക്കത്താ ദൂരത്തെല്ലാം കടല്. ഇവിടെ റോഡില് ബീച്ച് സൈഡിൽ ഇതേപോലെ മലകള്. വേറെ ലെവലല്ലേ. ബീച്ച് പൊളിയുണ്ട് കേട്ടോ. അവിടെ താഴെ ആളുകളൊക്കെ നോക്ക്, കുറെ തോണികളൊക്കെ കിടക്കുന്നു. നൈസ്. സോ ഇതാണ് ഇതിന്റെ എൻട്രി. ഇവിടെ എന്താ വെച്ചാൽ മെയിനായിട്ട് കൈലാസ ഒരു ശിവന്റെ ടെമ്പിൾ കാര്യങ്ങള്, പിന്നെ ഒരു പാർക്കും സംഭവമൊക്കെയാണ്. കുറച്ച് വ്യൂ പോയിന്റ്സും. ആള് പാർക്കിന്റെ ഉള്ളിൽ കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നോക്കിയേ, വാവ്. അതായത് കടല്, വൈസാഖ് സിറ്റി, ഫുൾ വ്യൂസ് ഉണ്ടല്ലേ. നമ്മളവിടെ ഒരു കപ്പൽ എടുക്കുന്നുണ്ട്, അതാണ് കണ്ടെയ്നർ ടെർമിനൽ. നമ്മുടെ റൂം അതിൻ്റെ അടുത്ത് അവിടെ ആയിട്ടാണ് വരുന്നത്. ഒരു രക്ഷയില്ല അല്ലേ, കിട്ടില്ല വ്യൂ. ഇവിടെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്ക് സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയുള്ള വേറെ സംഭവം കുറച്ച് ടോയ് ട്രെയിനാണ്. അതിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് AC ട്രെയിനായിരുന്നു. പിന്നുള്ളത് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ കേബിൾ കാർ. നല്ല വ്യൂ ആയിരിക്കും പോകുമ്പോ. ചിലപ്പോൾ നല്ല വ്യൂ ആയിരിക്കില്ല പോകുമ്പോ. സോ ഇതാണ് ഇവിടുത്തെ കേബിൾ കാർ സർവീസിന്റെ സ്റ്റേഷൻ. നല്ല വ്യൂ ആയിരിക്കും. പോയേക്കണോ? ചൂട് കാരണം ഡബിൾ മൈൻഡാണ് പോണ്ടേന്നുള്ളത്. സോ ഇതാണ് ഇവിടെ കൈലാസഗിരി റോപ്പ് വേയുടെ ഡീറ്റെയിൽസ്. അതായത് അഡൽസിന് അപ്പ് ആൻഡ് ഡൗൺ 150 റുപ്പീസ്. നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് വന്നത്, അതുകൊണ്ട് റോപ്പ് വേ നമ്മൾ ഓപ്ഷനെ ചെക്ക് ചെയ്തില്ല. ഇനിയിപ്പോൾ നമുക്ക് പോകണമെങ്കിൽ നല്ല വ്യൂ തോന്നുന്നു. നല്ല വ്യൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. കേബിൾ കാറിനുള്ള അത്ര വലിയ വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം കേബിൾ കാറിൽ പോകുന്നില്ല. ഇവിടുന്ന് കാണുന്ന ഈ ബെസ്റ്റ് വ്യൂ തന്നെ ഉള്ളൂ. വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. തൽക്കാലം നമ്മൾ കേബിൾ കാർ എടുക്കുന്നില്ല. സോ വിൽ ഗോ. നമുക്ക് ശിവ ഐഡൽ കാണാൻ പോലെ. ശിവ ഐഡൽ ലഡാക്കിൽ പോയപ്പോ വിചാരിച്ചു എനിക്ക് തണുപ്പാണ് സഹിക്കാൻ വയ്യാത്തത്. ഇവിടെ വന്ന് പോയിക്ക് മനസ്സിലേക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. വേഗത്ത് ഒരു വഴിത്തേ സഹിക്കാൻ പറ്റില്ല. എനിക്ക് ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് മാത്രം സഹിക്കാൻ പറ്റുള്ളൂ. ബാംഗ്ലൂരിലെ തണുപ്പ് വരുമ്പോ തന്നെ ഇടയ്ക്ക് എന്താ പറയാ, ഷൂ ഒക്കെ ഇട്ട് നടക്കാറില്ലേ, സോക്സ് ഇട്ടിട്ട്. ബാംഗ്ലൂരിൽ ചൂട് വരുമ്പോഴും അങ്ങനെ തന്നെ. എനിക്കൊരു കറക്റ്റ് ഒരു 25 വേണം. അത് പെർഫെക്റ്റ്. AC ഇടാനും പറ്റില്ലല്ലേ? ഒരു പ്രത്യേകത ജീവിതം. മലയുടെ മുകളില് അല്ല വെള്ള കളറിലുണ്ട് ബിഗ് സ്റ്റാറ്റൂസ്. സോ ഇതാണ് ദ ഫേമസ് ഐഡൽസ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറില് ഇതാ ഐഡൽസ്. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ. ഇതിന്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെയാണ്. നല്ല തിരക്കുണ്ട്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും ട്രെയിനൊന്നും പോകുന്നില്ല. സോ നമ്മള് കൈലാസഗിരി ഹിൽസ് കണ്ട് ഇറങ്ങുവാണ്. പിന്നെ നമ്മള് ഒരു റിസോർട്ടിൽ സ്റ്റേ എടുത്തിട്ടുണ്ട്. അവിടെ പോകുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, റെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ട്രിപ്പാണ്. നേരെ സ്ട്രേറ്റ് ടു ബാംഗ്ലൂർ. മിക്കവാറും സ്ട്രേറ്റ് ടു ബാംഗ്ലൂർ ആയിരിക്കും. ഇവിടെ നിന്ന് നേരെ വിജയവാഡയിൽ നിന്ന് ബാംഗ്ലൂർ. അതുകൊണ്ട് ഞങ്ങൾ സൈറ്റ് ചെയ്യാനൊക്കെ നിർത്തി വെച്ചിട്ട്
ഞങ്ങളൊരു അടിപൊളി ബീച്ച് റിലാക്സ് ചെയ്യാൻ നല്ലൊരു കിടിലൻ റിസോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മള് ചുമ്മാ റിലാക്സ് ചെയ്യും. അതാണ് ഇന്നത്തെ അജണ്ട. ഒന്നും ചെയ്യുന്നില്ല. അല്ല, അതിന്റെ കൂടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സാധനം നമ്മൾ പോട്ടോ സബ്മറൈൻ മ്യൂസിയം എന്തായാലും കാണും. അത് കാണാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. സോ പക്ഷെ 2 മണിക്കേ തുറക്കുള്ളൂ. അപ്പൊ അതെന്തായാലും കാണും. അപ്പൊ നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. കൈലാസഗിരി ഇറങ്ങി അതിന്റെ പാരലൊരു റോഡുണ്ട് ബീച്ചിന്റെയും ഹില്ലിന്റെയും സൈഡിൽ കൂടെ. അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡ്രൈവിന് പറ്റിയ റോഡാണ്. കാരണം ലെഫ്റ്റ് സൈഡില് നല്ല ഭംഗിയുള്ള ബീച്ചും കടലും, റൈറ്റ് സൈഡില് ഇങ്ങനെ മലകള്, നല്ല വൃത്തിയുള്ള റോഡ്. കപ്പല കിടക്കുന്നത് നല്ല വൃത്തിയുള്ള റോഡും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പോഷ് ഏരിയ വന്നല്ലേ. കടലുണ്ടോ ചില സ്ഥലത്ത് ബ്ലൂ, ചില സ്ഥലത്ത് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പല പല ബ്ലൂ. നല്ല ക്ലിയർ ആകാശം, നല്ല രസമാണ്. മലയും ഈ മലയും കടലും കൂടി വരുന്ന കോമ്പിനേഷൻ വേറെ ലെവലല്ലേ. സിമിലർ ആണ് നമുക്ക് ഗോകർണയിൽ കിട്ടും. പക്ഷെ ഗോകർണയിലെ ബീച്ച് ഇത്ര ഭംഗി ഉണ്ടാവില്ല. ഇത്ര മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡുകളും ഇല്ലല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവര് ബീച്ച് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? പറയാൻ കാരണം എന്ന് വെച്ചാല് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കി തെങ്ങ് കൊണ്ടാ വെച്ചേക്കണത്. ഇത് ആക്ച്വലി അവിടെ ഉള്ള തെങ്ങല്ല, ഇത് വേറെ എവിടെ നിന്നോ അങ്ങനെ ഫുൾ തെങ്ങ് കൊണ്ടെന്ന് വെച്ചിരിക്കുന്നു. നമ്മൾ അവിടെ മെയിൻ ബീച്ച് ഇല്ലേ, CVB ബീച്ച്, അവിടെയും കുറെ സ്ഥലത്ത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഏരിയാസിൽ അവര് തെങ്ങ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതായത് ബീച്ച് അവർ അത്രയും സംരക്ഷിക്കുന്നുണ്ട്, അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഷെയ്ഡ് കിട്ടാനും കൂടിയാണ്. കാരണം നല്ല വെയിലല്ലേ, വേറെ അടുത്ത് മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല സെറ്റപ്പ്, നല്ല രസമുണ്ട്. എന്തായാലും നമ്മുടെ റോഡ് സൈഡില് വേറൊരു നല്ല ബീച്ച് കണ്ടപ്പോൾ നിർത്തിയതാണ്. ദിസ് ഈസ് സാഗർ ബീച്ച്. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. നല്ല പീസ്ഫുൾ ബീച്ചാണ്. അത് നോക്കിയാ നല്ല ക്ലീനാണ്, ഒരു വേസ്റ്റ് പോലും ഇല്ല. എന്ത് രസമാണെന്ന് അറിയുവാണ്. അതുപോലെ തന്നെ കടല് നല്ല നീല കളർ വെള്ളം, അടിപൊളി. ബീച്ച് എത്ര കണ്ടാലും മതിയാവില്ലേ. ഈ വ്യൂ, ഇവിടെ നിന്നുള്ള വ്യൂ, നമ്മൾ ആക്ച്വലി ഇന്നലെ വൈകിട്ട് വരുമ്പോ നമ്മള് ഇതിനെ വന്നേ. അപ്പൊ നമ്മൾ കണ്ടപ്പോഴേ തമ്മിട്ട വ്യൂ ആണ്. കാണിച്ചുതരാം. വെയിറ്റ് ആൻഡ് വാച്ച് അല്ല, ഇന്നലെ കണ്ടാണല്ലോ. I love you all. സോ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, ദ പാം റിസോർട്ട്സ് ഇൻ വിശാഖപട്ടണം. അതൊരു 3 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. സോ നമ്മുടെ ലാസ്റ്റ് ഡേ, മോസ്റ്റ് പ്രോബബ്ലി ലാസ്റ്റ് സ്റ്റേ അല്ലേ ഇൻ ദിസ്. കുറച്ച് എക്സ്പെൻസീവ് ആക്കാൻ വെച്ച് കൊള്ളാല്ലേ. റൂം അതെല്ലാം നമ്മൾ കാണിച്ചു തരാം. സോ ഇങ്ങനെ ഒരു വരാന്ത ഉണ്ട്. വരാന്ത കടന്നു പോയാൽ നമ്മുടെ റൂമാണ്. അറ്റത്തുള്ളതാണ് നമ്മുടെ റൂം. നമ്മൾ ആക്ച്വലി നോർമൽ റൂമാണ് അടുത്തുണ്ടായിരുന്നത്, അതിന് വ്യൂ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ചോദിച്ചപ്പോൾ അത് നമുക്ക് ഈ റൂം തന്നു. ദിസ് ഈസ് ദ റൂം വിത്ത് വ്യൂ. മുകളിലുള്ള CB റൂംസ് എല്ലാം ഫുള്ളാണ്. അതെല്ലാം സ്യൂട്ട് റൂംസ് ആണെന്ന് ആര് പറഞ്ഞേ. ഇതാണ് ഈ റൂമെന്നുള്ള വ്യൂ. ഇവിടെ പൂളുണ്ട്, അങ്ങ് ദൂരെ കടൽ. ഇവിടെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട് കേട്ടോ, ഇതുണ്ട് അവിടെ. യെസ്, റൂമിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സോഫ, ഇവിടെ നമുക്ക് വെള്ളം, കെറ്റിൽ, TV, സോഫ കാണിച്ചു. നല്ല കിഡിലൻ സെറ്റപ്പാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇന്ത്യ വളക്കിയതൊക്കെ കാണാൻ. വാഷ്റൂം നല്ല അടിപൊളിയാണ്, ഞാൻ കാണിച്ചുതരാം. ഇത് നമുക്ക് ഞാൻ ഗോവ IBBയിൽ ബുക്ക് ചെയ്തതാണ്. ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എല്ലാ റൂംസും ഫുള്ളാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നലെ വന്നപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശാഖപട്ടണത്ത് സ്റ്റേ ചെയ്യാനുള്ള അങ്ങനെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ സ്ഥലമൊക്കെ ഇഷ്ടമായി. സോ അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാന്ന് വെച്ചു. എന്നാൽ കുറച്ച് ഗ്രാൻഡായിട്ട് സ്റ്റേ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഈ റൂം എടുത്തു.
നമുക്ക് OIB പോലെ വന്നത് 7,000 രൂപയാണ്. 7,000 രൂപയ്ക്ക് നമുക്ക് വന്നത് വേറൊരു റൂമായിരുന്നു. പക്ഷേ CV ഉണ്ടായിരുന്നില്ല. കാരണം CV അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞ സ്യൂട്ട് റൂംസ് ആണ്, അത് ഓൺലൈനിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൂമുണ്ട്, കണ്ടോളൂ, ഇഷ്ടമാണെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ചുമ്മാ നല്ല 1,500 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഈ റൂം എടുത്തത്. എനിവേ വർത്ത് ഇറ്റ് റൈറ്റ്. സോ നമ്മൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ വന്ന് റൂം ചെക്ക് ഇൻ ചെയ്ത് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. ഇവിടെ ഭയങ്കര ചൂടാട്ടോ പകല്, അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം ടയർഡാവും. അപ്പോൾ നമ്മൾ റൂം കിടന്നുറങ്ങി. ഇപ്പോൾ വൈകിട്ടൊരു 4 മണി 5 മണി ആവാറായി. സോ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു പ്രൈവറ്റ് ബീച്ചുണ്ട്, അവിടേക്ക് ഇറങ്ങിയിരിക്കാം. സോ നമ്മളങ്ങനെ നമ്മുടെ അവിടെയുള്ള ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ലോൺ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ലോണാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ലൈറ്റ് ഹൗസ്, അതിപ്പോൾ വർക്കിംഗ് അല്ല വന്നത് കേട്ടോ. പിന്നെ ഇവിടെ ബീച്ച്, പ്രൈവറ്റ് ബീച്ച് എന്നൊക്കെ പറയെങ്കിലും ഇതത്ര പ്രൈവറ്റ് ഒന്നുമല്ല, ഒരു നോർമൽ ബീച്ചിൻ്റെ ഒരു സൈഡ്. ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ്. എന്ത് രസമോ കാണാന്നറിയാം. അത് രസം മാത്രമല്ല, വെള്ളം നോക്കിക്കോട്ടോ, വെള്ളം വരുന്ന നോക്കിയേ. ഇന്നലെ പുതിയ ബീച്ചാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വിചാരിച്ചോ, ഇപ്പൊ ഈ ബീച്ച് അതിനെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, നല്ല രസമുണ്ട്. ഈ ബീച്ചിലുണ്ടോ ചെറിയ ചെറിയ കല്ല് അങ്ങനെ അവിടെ ഇവിടെ കേട്ട് നല്ല രസം കാണാൻ. സീ ആണെങ്കിൽ കടല് നല്ല സ്ട്രോങ് ആണ്, നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ അവിടെ നോക്കിയ ആകാശം, മേഘങ്ങള്, അതിൻ്റെ അവിടെ അസ്തമിക്കുന്ന സൂര്യൻ. വിശാഖപട്ടണം അടിപൊളിയല്ലേ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം അടിപൊളി പൂളൊക്കെ ഉണ്ട്. നമ്മള് കുറേ നേരം സ്വിമ്മൊക്കെ ചെയ്ത് ബീച്ചിൽ കുളിച്ചു, സൺസെറ്റിൽ. അത് കഴിഞ്ഞിട്ട് പൂളിൽ കുളിച്ചു. സമയം 8 മണിയായി. നമ്മൾ സബ്മറൈൻ മ്യൂസിയം കാണാൻ വേണ്ടി ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാം, ഇന്ന് സാറ്റർഡേ ആണ്, ലീവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇത് നോക്കിയേ, ഇത്രയും ക്യൂ ഉണ്ട്, കാണാൻ പറ്റുമായിരിക്കും അല്ലേ. സോ ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇവിടെ ഒരു അഡൽട്ടിന് 70 രൂപ പ്ലസ് ക്യാമറയ്ക്ക് ഫോട്ടോ സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ 70 രൂപ, 50 രൂപ. അല്ല വീഡിയോ ക്യാമറ ആണെങ്കിൽ 200 രൂപ. അതാണ് അവർ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഇവിടെ മറ്റുള്ള അതിനപ്പുറത്തുള്ള മ്യൂസിയം അല്ലേ, അതിൻ്റെ കൂടെ ടിക്കറ്റ് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ എടുക്കാൻ പറ്റും. അതും കൂടി എടുക്കുകയാണെങ്കിൽ 180 റുപ്പീസ് സംതിങ് എന്തോ ഉള്ളൂ. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ഇവിടേക്കുള്ള സബ്മറൈനിൽ മാത്രം ടിക്കറ്റ് എടുക്കുന്നു. സോ ദിസ് ഈസ് ദ സബ്മറൈൻ. ആദ്യമായിട്ടാണ് ഈ സാധനം നേരിട്ട് കാണാൻ പോകുന്നത്. സോ ദിസ് ഈസ് INS കുർസുറ അല്ലെങ്കിൽ S20. ഇതൊരു കാൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ ആയിരുന്നു. അതായത് ഇന്ത്യയിലെ 4ാമത് സബ്മറൈൻ ആയിരുന്നത്. 1969 ഇത് കമ്മീഷൻ ചെയ്തത്. അതിനുശേഷം 2001 ഫെബ്രുവരിയിൽ ഇത് ഡീകമ്മീഷൻ ചെയ്തു. ഇതൊരു റഷ്യൻ മെയ്ഡ് സബ്മറൈൻ ആണ്. 2001 ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം ഇത് വിശാഖപട്ടണം ഫോർട്ടിൽ ഇതുപോലെ ആളുകൾക്ക് കാഴ്ചയ്ക്കായി ഒരു മ്യൂസിയം പോലെ ഇതിപ്പോൾ കൊണ്ടെടുക്കുന്നു. ദിസ് ഈസ് ആക്ച്വലി വെരി ഹ്യൂജ്. എൻ്റെ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ.
ഇതാണ് അതിന്റെ ഉള്ളത്തെ ഒരു മിസൈൽ. ടോർപിഡോ അതിന്റെ ഉള്ളത്തെ ഒരു മിസൈൽ. ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇതിന്റെ എഞ്ചിൻ പാർട്സുകള്, മെക്കാനിക്കൽ പാർട്സുകളൊക്കെ കാണാം. ഓ, എത്ര കോംപ്ലിക്കേറ്റഡ് അല്ലേ. ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ പല പല മീറ്റേഴ്സും. ഇതൊക്കെ ഇതിന്റെ മറ്റേ ടോർപിഡോ പോലത്തെ മിസൈലൊക്കെ കൊടുത്ത സാധനമായിരിക്കില്ലേ. ഇതെല്ലാം ഇതിന്റെ ഓരോ വാൾവുകളും ഓരോ സംഭവങ്ങളും കണ്ടാവും. ഓ, എത്ര കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളല്ലേ. ഇത് കാണുമ്പോ തന്നെ തല കറങ്ങുന്നത്. എങ്ങനെയായിരിക്കും അത് എഞ്ചിനീയർ ചെയ്ത് ഉണ്ടാക്കിണ്ടാവും. ഓ, ഇത് ഇവരുടെ വാഷ് ബേസ്. ഇതിവിടെ ഇവിടുത്തെ ക്യാപ്റ്റന്റെ പഴയ ക്യാപ്റ്റന്റെ കപ്പാർട്ട്മെന്റ് ആയിരുന്നു. പുള്ളിയുടെ റൂമൊക്കെ എത്ര സ്പേസ് ഉള്ളു അല്ലേ. ഇതാണ് മറ്റേ സോണാറ് മറ്റേ അറിയോ. വേവ്സ് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സ്ഥലം, അതിന്റെ കമ്മ്യൂണിക്കേഷൻ റൂമാണത്. ഇവിടെയാണ് ഇവിടുത്തെ ആളുകൾ കടന്നുറങ്ങിയിരിക്കുന്നത്. ഐ മീൻ ഇവിടുത്തെ പൈലറ്റ്സും മറ്റേ ക്രൂ ഒക്കെ കടന്നുറങ്ങുന്ന സ്ഥലം. കൊറേ ഉണ്ടട്ടാ, കൊറേ ആളുകള്, കൊറേ പൈപ്പുകള്, കൊറേ വയറുകള്. റൈറ്റ് സൈഡിൽ ഇത് നമ്മൾ അവിടെ കണ്ട പോലെ ഇവിടുത്തെ ക്യാബിൻസ്. ഓ, ഇതാണ് ഇവരുടെ ഡൈനിങ് ഹാളിലായിരുന്നു. ഇതിനെ താഴോട്ട് പോകാനൊരു വഴിയാണ്. വാഷ്റൂം, 4 പേരും വയറില്ലേ. ഇത്ര ചെറിയ സ്പേസ്. ഇത് കണ്ട എന്തായാലും കിളി പോവും. ഇതിലേത് പോയി എപ്പോഴത്തിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം വന്നാല് ആ നിലയോട് ശബ്ദപ്പെടോ. ദിസ് ഈസ് ട്രിം ഇൻഡിക്കേറ്റർ. ഇതൊന്നും എന്താന്നുള്ളത് നമുക്കറിയില്ല. എന്തോ ടാങ്കിന്റെ ഇൻഡിക്കേറ്ററാണ്. ഇവിടെ നിന്ന് താഴോട്ട് പോകുന്ന ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. മേ ബി എഞ്ചിൻ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഇത് ഹൈറ്റ് വളരെ കുറവാട്ടാ. ഇത്രയും സാധനങ്ങൾ അതിന്റെ ഉള്ളിൽ സെറ്റ് ആക്കണ്ടല്ലേ. ഇവിടെ ഇങ്ങ വന്നു കഴിഞ്ഞാൽ റേഡിയോ റിസീവർ റൂം. ഇതായിരുന്നു കിച്ചൺ. വീട്ടിലേക്ക് ഉണ്ടാക്കിണ്ടല്ലോ. വീട്ടിലേക്ക് ചോറൊക്കെ എത്ര ചെറിയ കിച്ചണല്ലേ. ആ സമയത്ത് എ സി ഉണ്ടായിരിക്കില്ലോ. എ സിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിരിക്കില്ലേ മൊത്തത്തില്. ഓക്സിജനൊക്കെ വിടാൻ കടലിന്റെ അടിയിൽ പോകുമ്പോ നമുക്ക് ഇവിടെ ഓക്സിജനൊക്കെ വേണ്ടി അപ്പൊ ഓക്സിജന്റെ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു കേട്ടോ. 2000 horsepower. ഇത് പ്രൊപ്പൽഷന് വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡീസൽ എഞ്ചിനാണിത്. കമ്പാർട്ട്മെന്റ് 6. ഇത് 6th കമ്പാർട്ട്മെന്റ് ആണ്. ഇവിടെയും കുറേ എന്തൊക്കെയോ കൺട്രോൾസ്, കുറേ മോട്ടോഴ്സ്, കുറേ ഇതേപോലത്തെ മീറ്റേഴ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതിലെ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പേര് കാണും. മേ ബി ഹോസ്പിറ്റലായിരിക്കണം അല്ലേ. മെഡിസിൻ റൂം, ഹോസ്പിറ്റൽ റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് മിക്കവാറും അതിന്റെ കൺട്രോൾ ആയിരിക്കും അല്ലേ. പിന്നെ ഫ്രണ്ടിലുള്ളത് 2 എൻജിൻസ് അല്ല കേട്ടോ. അതും മറ്റേ ടോർണാഡോ, ടോർപിഡോ, മറ്റേ മിസൈൽ സാധനങ്ങളാണ്. അവിടെ ഉള്ളതും മിസൈലാണ്. ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് സീ കാണാം. ഓ, ഇത് ബാക്ക് സൈഡാണ്. അപ്പോ വേണ്ട, ഇവിടെ തന്നെ പ്രൊപ്പല്ലർ. അപ്പൊ ഇത് ബാക്ക് സൈഡാണ്. വേണ്ട, പ്രൊപ്പല്ലർ ഉള്ളത് ഈ സൈഡാണ്. ബാക്ക് സൈഡ്, ദാറ്റ് ഈസ് എ ഫ്രണ്ട് സൈഡ്. കാണാനല്ല, ഫുൾ ഇർട്ടായി. സോ ഇതാണ് എയർക്രാഫ്റ്റ് മ്യൂസിയം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് ക്ലോസ് ആയി. 8:30 വരെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം ഉള്ളത്.
നമ്മളെത്തിയപ്പോൾ കുറച്ച് എത്താനല്ലേ. അപ്പോൾ നമ്മൾ അത് മിസ്സാക്കി, കാരണം അത് നമുക്ക് എല്ലാത്തിനോടും ടൈം കിട്ടിയില്ല. കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റും. നമ്മൾ സബ്മറൈൻ മ്യൂസിയം കണ്ടില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റും. ബേസിക്കലി ഒരു ഫൈറ്റർ ജെറ്റ് അത്രയാണ്. ഓക്കെ, സോ നമ്മൾ ഡിന്നർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. എവിടെ വന്നിരിക്കുകയാണ്? ദ വിസാഖ് ഡ്രൈവ് ഇൻ വൺ സ്റ്റോപ്പ് മെനു. ഇത് ആക്ച്വലി അടിയിലെ സെറ്റപ്പ് ആട്ടോ. നമ്മൾ ആക്ച്വലി ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടോ, അവിടെ കുറേ കാർ പാർക്ക് ചെയ്ത് കണ്ടില്ലേ. ഒന്നല്ല, അതൊരു പാർക്കിംഗ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വെറൈറ്റി ടൈപ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിനും കൂടെ ഒരു കോമൺ മെനു ആണ്. ഈ മെനുവിൽ നിന്ന് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഇവിടെ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാറിലോട്ട് അവർ കൊണ്ടുവന്നരും. അത് ആക്ച്വലി കിടിലൻ സെറ്റപ്പാണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ അത് മിസ്സായി. ഇന്നലെ ഈ സ്ഥലം ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ഞാനിത് ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇന്നലെ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഡിന്നർ കഴിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു രാത്രിയിലുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നല്ലേ. പകൽ അങ്ങനെ ഇല്ല എന്നുണ്ട്, കാരണം റൂഫൊന്നും ഇല്ല. അപ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ പകലില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ കറണ്ട് പോയി, എല്ലാം ഫുള്ള് ഡാർക്കാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ഫ്ലാഷ് ലൈറ്റ് ഡിന്നറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രോൺസ് വരുന്നേ ഉള്ളൂ. ഇത് ചപ്പാത്തിയും കറിയും വന്നു. നല്ല ഫുഡാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഈ പൊട്ടറ്റോ കറി നല്ല രസമുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ കഴിക്കാറില്ല പൊട്ടറ്റോ കറി, പക്ഷെ നല്ല രസമുണ്ട്. നല്ല ഫ്രഷ് ഹോംലി ഫീൽ ഉണ്ട്. So let's continue our flashlight dinner. നമ്മുടെ ചപ്പാത്തി വന്ന് കഴിയാറായി. അപ്പോഴാണ് സ്റ്റാർട്ടർ വന്നത്, ഷേക്ക്. സർവീസ് ഭയങ്കര മോശാട്ടോ. ഇത്രയും ആളുകളുണ്ടെങ്കിൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കിച്ചണൊക്കെ അല്ല, മേ ബി എനിക്ക് തോന്നുന്നത് ഇന്ന് പൂജ ആയതുകൊണ്ടായിരിക്കാം. എവിടെ ആ സ്റ്റാഫ് കുറവായിരിക്കും മേ ബി. കുറച്ചധികം സമയമായി നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഭയങ്കര താമസം. സോ നമ്മൾ ഇന്നലെ അങ്ങനെ ഫുൾ കറങ്ങി ഡിന്നറൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി. ഈ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. നാളെ വിശാഖപട്ടണം ടു വിജയവാഡ ടു ബാംഗ്ലൂർ. മോസ്റ്റ് പ്രോബബ്ലി സ്ട്രെയിറ്റ് ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ നാളത്തെ റോഡിലെ കാഴ്ചകൾ നാളെ കാണാം. അതുവരെയും ബൈ ബൈ.